ക്ലോഡിയാസ് ബുഖാനസ് തിരുവിതാംകൂർ കൊച്ചി സന്ദർശിച്ചപ്പോൾ മലങ്കര മെത്രാപ്പൊലീത്ത ആയ മാർ ദിദിന്യാസ്യോസിനെ സന്ദർശിച്ചു. എന്നിട്ട് സന്ദർശിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ബൈബിൾ പരിഭാഷയ്ക്കായിട്ട് ഒരാളെ ഏർപ്പെടുത്തണം. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വ്യക്തിയാണ് കായംകുളം ഫിലിപ്പോസ് റമ്പാൻ്റെ നേതൃത്വത്തിൽ ബൈബിൾ പരിഭാഷയ്ക്കായിട്ട് ഉള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു, 1811 ബോംബെയിലെ കുറിയർ പ്രസ്സിൽ 1811 ബോംബെയിലെ കുറിയർ പ്രസ്സിൽ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ കോപ്പി പ്രിൻ്റ് ചെയ്തു. മലയാളത്തിൻ്റെ ആദ്യത്തെ കോപ്പി പ്രിൻ്റ് ചെയ്യുന്നത് കേരളത്തിലല്ല, അത് ബോംബെയിലെ കുറിയർ പ്രസ്സിലാണ്. അത് വീണ്ടും എന്ത് ചെയ്യുക, കാലാന്തരത്തിൽ അത് വീണ്ടും മാറ്റം വന്നു. 1824 എന്ത് ചെയ്യുന്നു, മലയാളത്തിൽ വിവർത്തനത്തിൽ അതിലും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ അവർ അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹമാണ് ബെഞ്ചമിൻ ബ്രെയിലിയുടെ സ്വാധീനത്തിൽ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം CMS പ്രസ്സിൽ പ്രിൻ്റ് ചെയ്തു. 1824 മത്തായി എഴുതിയ സുവിശേഷം CMS പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുകയും 1829 ന്യൂ ടെസ്റ്റമെൻ്റ് പുതിയ നിയമം ബെഞ്ചമിൻ ബ്രെയിലി ഇറക്കുകയുണ്ടായി. അതിനുശേഷം 1835 പരിഷ്കരിച്ച പുതിയ നിയമം അദ്ദേഹം ഇറക്കി. 1841-42 കാലത്ത് സമ്പൂർണ്ണ ബൈബിൾ എന്ന രീതിയിൽ ബെഞ്ചമിൻ ബ്രെയിലി അതിനെ വീണ്ടും പരിഷ്കരിച്ചിറക്കുകയുണ്ടായി. എന്നാൽ അതിലും ആഴമായിട്ട് എന്ത് ചെയ്യുന്നു, ജ്ഞാനവും ഈ ബഹുഭാഷാ പാണ്ഡിത്യവുമുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ചപ്പോൾ ബാസിൽ മിഷണറി ആയിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട്, നമുക്ക് ഇവർക്ക് അടുത്ത് നമ്മൾ പഠിച്ചു വന്ന ഹെർമൻ ഗുണ്ടറിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. 1889 ഹെർമൻ ഗുണ്ടർട്ട് ഈ വേദപുസ്തകം വീണ്ടും പരിഷ്കരിച്ചു. അദ്ദേഹം അതിനെ എന്ത് ചെയ്തു, പുതിയ നിയമം പഴയ നിയമം കൂടി ഉൾപ്പെടുത്തിയുള്ള വേദപുസ്തകം ഇറക്കുവാനായിട്ട് ഹെർമൻ ഗുണ്ടർട്ടിന് സാധിച്ചു. അങ്ങനെ ബൈബിൾ സൊസൈറ്റി കേരളത്തിലെ എല്ലാ സഭാംഗങ്ങൾക്കും കൂടി കൂട്ടിച്ചേർക്കുന്നതിനുള്ള സംരംഭം ഉണ്ടാക്കി. അങ്ങനെ 1771 എല്ലാ സഭാംഗങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും നാം ഇന്ന് ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകം എന്ന ഈ പുസ്തകം 1910 പുറത്തിറക്കുന്നതിന് അവർക്ക് സാധിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഐക്യത്തോടെയുള്ള ഈ വലിയ 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 പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നാം ഉപയോഗിക്കുന്ന ഈ വേദപുസ്തകത്തിൻ്റെ സത്യവേദ പുസ്തകത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്.